ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കിലും അതോടൊപ്പം എല്ലാവർക്കും ക്ഷീണമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം കുറച്ചധികം ക്ഷീണം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കിതെന്തോ വയ്യാഴിക പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നോമ്പ് എൻ്റെ പ്രശ്നങ്ങളല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അടുക്കളയിൽ കയറിയിരിക്കാൻ പറ്റില്ല, കാരണം വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള ആ ഒരു എന്താണ് കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. പിന്നെ ഇന്ന് ഒരു വൈറൽ സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ഏതാണെന്ന് വെച്ചാൽ മറ്റേ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഇഡ്ഡലിത്തട്ടിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 2 മുട്ടയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും പിന്നെ ചിക്കൻ ഞാനൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുഴുങ്ങി എടുത്തു കേട്ടോ. പിന്നെ അതൊന്ന് പേസ്റ്റ് ആക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയാം, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് പറയാത്തത്. അപ്പോൾ ഞാൻ അതൊക്കെ റെഡി ആക്കിയപ്പോഴത്തേക്കിനും ഇതിനുള്ള ആ ഒരു ഫില്ലിങ്സ് റെഡിയാക്കണമല്ലോ. അപ്പം ഞാൻ ഉമ്മച്ചീനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഉമ്മ ആ ഒരു ചിക്കനൊക്കെ ഒന്ന് കൈകൊണ്ട് പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി, പക്ഷെ ഉമ്മ അത് റെഡിയാക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് വേണ്ട വെജീസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും കേട്ടോ ഞാൻ എടുത്തത്. ചിലവർ സവാളയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ഇതേപോലെ ക്രംസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ക്രംസൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുണ്ടാവും. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്നത് വീണ്ടും അതേപോലെ തന്നെ ആക്കി ടിന്നിൽ മൂടി ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബീഫിൻ്റെ ആണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ പൊട്ടിച്ച് കുറച്ച് സവാള വാട്ടിയിട്ട് ഈ ഒരു ബീഫ് ഷ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച ബീഫായിരിക്കും അതും. പിന്നെ ആ ഒരു കിഴങ്ങ് നമ്മൾ പുഴുങ്ങി വെച്ചതും. പിന്നെ അതിനകത്തേക്ക് മസാലയായിട്ട് ഞാൻ ചേർക്കുന്നത് ചിലപ്പോൾ ഗരം മസാല ചേർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ മട്ടൻ മസാല ഉണ്ടല്ലോ അതും ചേർക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാറ്റർ റെഡി ആവും കേട്ടോ. അങ്ങനെ അതൊന്ന് പിന്നെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. എനിക്ക് ചില സമയത്ത് കറക്റ്റ് റൗണ്ടൊന്നും കിട്ടാറില്ല കേട്ടോ. ചില സമയത്തൊക്കെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് തെന്നിപ്പം കറക്റ്റ് ഷേപ്പിൽ എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. റൗണ്ട് ആക്കുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് ഓവൽ ഷേപ്പിലാക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്കിനും ഈ ഒരു ഷേപ്പ് മാറിപ്പോയതിൻ്റെ ഒരു വിഷമം എന്തായാലും ഇല്ല. അപ്പോൾ നല്ലോണം അത് പിടിച്ചെടുക്കുക. അതിന് ശേഷം അത് നമ്മുടെ ആ ഒരു എഗ് വൈറ്റ് ഉണ്ടല്ലോ അതിനകത്തേക്ക് കോട്ട് ചെയ്തിട്ട് പിന്നെ ക്രംസിൽ മുക്കിയെടുക്കുക. ഇതൊക്കെ മിക്കവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എൻ്റെ വീട്ടിൽ പെരുന്നാളല്ല, നോമ്പ് വരുന്ന സമയത്ത് മിക്കപ്പോഴും 30 ദിവസവും വീട്ടിലുണ്ടാവുന്നൊരു സംഭവമാണ് ഈ ഒരു കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. ഉമ്മച്ചി ഇതേപോലെ ആക്കിയിട്ട് ഒരു സ്റ്റോറേജിനകത്ത് ആക്കി കണ്ടെയ്നറിനകത്താക്കി വെച്ചേക്കും. കാരണം ഇത്താത്തയുടെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നോമ്പ് പിടിക്കണ തന്നെ ചിലപ്പോൾ കട്ട്ലേറ്റ് തിന്നാനാണെന്ന് തോന്നാറുണ്ട് ഞങ്ങൾക്ക്. കട്ട്ലേറ്റേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ അത് കാരണം ഉമ്മ ഓൾറെഡി അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പം ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള, അതാണ് കേട്ടോ ഇത് സംഭവം. ഞാൻ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ തിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മുടെ ഈ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നാക്കിൽ വെച്ചിട്ട് പിന്നെ തുപ്പിക്കളയില്ല, ആ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിക്കൊള്ളാം എന്നുള്ളത്. പിന്നെ എന്തായാലും എണ്ണ നല്ലോണം വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റൊക്കെ ഇട്ടു കേട്ടോ. എല്ലാം 2 പേരും കൂടെ ചെയ്യുന്ന പരിപാടികളാണ്. ഉമ്മ ഒരു സൈഡിൽ നോക്കും, ഒരു സൈഡിൽ ഞാനും കൂടെ നോക്കും. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇന്ന് മുട്ടക്കറിയും അതേപോലെ തന്നെ ഇടിയപ്പം ആക്കാമെന്ന് കരുതി കേട്ടോ. 2 ദിവസമായിട്ട് ചിക്കനും അതേപോലെ ബീഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഇത് ചെയ്യുമ്പം ഒരു ദിവസം മുന്നേ ആണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് മുട്ടക്കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ മുട്ടക്കറിയും ഇടിയപ്പം ആക്കാമെന്ന് കരുതി. ആ സമയത്ത് ഇക്കാക്ക് ഞാൻ ഇവിടുന്ന് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ എണ്ണയൊന്നും ചേരാത്തതുകൊണ്ട് സാൻഡ്വിച്ച് ഒരു 3 കഷ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ 2 എണ്ണേ വെക്കുള്ളൂ ഇക്കാക്ക്. പക്ഷെ അത് ഞാൻ ഒരു 3 എണ്ണം വെച്ച്, വേറെ എണ്ണയൊന്നും ചേരാത്തതുകൊണ്ട്. പിന്നെ ഒരു 2 കട്ട്ലേറ്റും വെച്ച് ഇക്കാക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്ന് തന്നെ ഇക്കാക്ക് കഴിച്ചോളും. പിന്നെ എന്തായാലും ഇനി ഇടിയപ്പത്തിൻ്റെ പരിപാടി ആക്കണമായിരുന്നു. അപ്പോൾ ഇടിയപ്പമൊക്കെ നല്ലോണം റൗണ്ട് ചെയ്തെടുത്തു. ഇത്രയൊന്നും പണ്ട് എനിക്ക് ആവില്ലായിരുന്നു. പണ്ടൊന്നും ഇടിയപ്പം ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഇടിയപ്പം, പുട്ട്, അപ്പം പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ്, അതെല്ലാം ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം കേട്ടോ ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഇടിയപ്പം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. മുട്ടക്കറി ഉമ്മിച്ചിയായിരുന്നു കേട്ടോ വെച്ചത്. ഞാൻ അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും ഉമ്മിച്ചി ആ ഒരു മുട്ടക്കറിയൊക്കെ റെഡിയാക്കി. നല്ല അടിപൊളി മുട്ടക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാ സാധനങ്ങളുമായിട്ട് അൽഹംദുലില്ലാ നോമ്പ് തുറന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.